രാവിലെ തന്നെ ഗ്യാസ് സ്റ്റോവ് പണി തന്നു ഗൈസ്. കണ്ടില്ലേ, ഇതായിരുന്നു അവസ്ഥ. 3 ബർണറിലും ഇങ്ങനെയായിരുന്നു ഫ്ലെയിം കത്തിക്കൊണ്ടിരുന്നത്. നന്നാക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ഭക്ഷണം ഉണ്ടാക്കണ്ടേ. ഇത് റെഡിയാവാനായിട്ട് 2 മണിക്കൂർ എടുക്കുമെന്നാണ് കടയിലെ ചേട്ടൻ പറഞ്ഞത്. ആ സമയം കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഓർത്തിട്ട് ഞങ്ങൾ ബോബീസ് റെസ്റ്റോറന്റിലേക്കാണ് പോയത്. ഈ റെസ്റ്റോറന്റ് വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അന്ന് പോയത്. എന്തേ ഇത്ര വൈകിയേ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു ഗൈസ്. ഈ ബീഫ് കുറുമയാണ് ഇന്നത്തെ താരം. ഞങ്ങൾ ചെന്ന സമയത്ത് ബീഫ് കുറുമ റെഡിയാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ബീഫ് കറി പറഞ്ഞു, പൊറോട്ടയാണ് കൂടെ. അല്പം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ടായിരുന്നേ. കുറുമ എത്തിയപ്പോഴേക്കും മനുഷ്യൻ ഒരു ചിരട്ടപ്പുട്ട് പറഞ്ഞു ഗൈസ്. പുട്ടല്ലാണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വാങ്ങിച്ചാൽ പോരായിരുന്ന മനുഷ്യൻ എന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഐ ഹേറ്റ് പുട്ട്. ഈ പുട്ടിന്റെ പ്രാക്ക് കാരണമാണോ എന്നറിയത്തില്ല, ഒരു ഗ്ലാസ് പൊട്ടി ഗൈസ്. കുഴപ്പമൊന്നും ഇല്ലായിരിക്കല്ലേ മനുഷ്യട്ടാന്ന് ഞാൻ കൂടെ മനുഷ്യനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്കുള്ള ചായ വന്നു. ചായയുടെ ചൂട് പോകാൻ സമയമുള്ളതുകൊണ്ട് കാര്യമായ സംസാരത്തിലാണ് ഞാനും മനുഷ്യനും. ഫുഡിനെ പറ്റി പറയാനാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്കെന്നുള്ളത് ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് ഞങ്ങൾ പോയത് ആലപ്പുഴയിൽ പുതിയതായി വന്ന ഒരു സലൂണിലേക്കാണ് കേട്ടോ, മനുഷ്യന്റെ മുടി വെട്ടാനായി. അതിന്റെ വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം ഗൈസ്. അപ്പം ടാറ്റ ബൈ ബൈ, സീ യു സൂൺ.